മലപ്പുറത്ത് വീണ്ടും സ്വകാര്യ ബസ് ജീവനക്കാരുടെ അതിക്രമം. ജീവനക്കാരുടെ കൂട്ടമർദ്ദനത്തിനിരയായ ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് ആശുപത്രിയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചത്. ഇതോടെ ഓട്ടോ ഡ്രൈവർമാർ ബസ്സുകൾ തടഞ്ഞു. ഇത് ചെറുതല്ലാത്ത സംഘർഷത്തിലാണ് കലാശിച്ചത്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്വകാര്യ ബസ് ജീവനക്കാർ ഓട്ടോ ഡ്രൈവർമാർക്ക് നേരെ അതിക്രമം നടത്തുന്നത്. അതിക്രൂരമായ മർദ്ദനത്തിനാണ് അബ്ദുൽ ലത്തീഫ് ഇരയായത്. സ്വകാര്യ ബസ് സർവീസിന് സമാന്തരമായി ഓട്ടോ സർവീസ് നടത്തുന്നു എന്നായിരുന്നു ബസ് ജീവനക്കാരുടെ ആരോപണം. വടക്കേമണ്ണയിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കാത്തുനിന്നവരെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന കുറ്റമാണ് അബ്ദുൽ ലത്തീഫ് ചെയ്തത്. ഇതിന്റെ പേരിലാണ് ഓട്ടോയ്ക്ക് മുന്നിൽ ബസ് നിർത്തി ഓട്ടോ തടഞ്ഞ ശേഷം ലത്തീഫിനെ പിടിച്ചിറക്കി ബസ് ജീവനക്കാർ മർദ്ദിച്ചത്. പരിക്കേറ്റ അബ്ദുൽ ലത്തീഫിനെ സമീപത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. കഴുത്തിനേറ്റ പരിക്കാണ് അബ്ദുൽ ലത്തീഫിന്റെ ജീവനെടുത്തത് എന്നാണ് പ്രാഥമിക നിഗമനം. 3 സ്ത്രീകളെ തോന്നുന്നു കയറ്റിയത്. കൈ കാണിച്ചപ്പോൾ അവരെ ഓട്ടോയിൽ കയറ്റി. അപ്പോൾ ബസ്സിൽ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്തിട്ട് കുറുകെ വന്നിട്ട് ബ്ലോക്ക് ആക്കിയിട്ട് എടുത്ത് മർദ്ദിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത്. ജ്യേഷ്ഠനോട് വിളിച്ചിരുന്നു അദ്ദേഹം, ഞാൻ പരാതി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ പരാതി കൊടുക്കാൻ വേണ്ടി വരുന്ന ഇവിടെ അഡ്മിറ്റ് ആവാൻ വേണ്ടി വരുന്ന വഴിയാണ് അങ്ങനെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ഇതോടെ ഓട്ടോ ഡ്രൈവർമാർ പ്രതിഷേധവുമായി റോഡിലിറങ്ങി. ഒതുക്കങ്ങളിൽ സ്വകാര്യ ബസ്സുകളുടെ സർവീസ് ഓട്ടോ ഡ്രൈവർമാർ തടഞ്ഞു. ഇത് സംഘർഷത്തിന് ഇടയാക്കി. മലപ്പുറത്ത് സ്വകാര്യ ബസ് ജീവനക്കാർ ഓട്ടോ ഡ്രൈവർമാരെ മർദ്ദിക്കുന്നത് 2 ദിവസത്തിനിടെ രണ്ടാം സംഭവമാണ്. കഴിഞ്ഞ ദിവസം താനൂരിലും സ്വകാര്യ ബസ് ജീവനക്കാർ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. പരിക്കേറ്റ ഈ ഓട്ടോ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോഴും. ന്യൂസ് മലയാളം, മലപ്പുറം.